നമസ്കാരം. ഈവനിംഗ് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദന സൂചികയിൽ ഇടിവ്, 10 മാസത്തെ താഴ്ചയെന്ന് സൂചിക. ചില്ലറ പണപ്പെരുപ്പം കുറയുമെന്ന് ധനകാര്യ മന്ത്രാലയം, കരുത്താവുക എണ്ണവിലയിലെ ഇടിവ്. ചൈനീസ് അപൂർവ ധാതുക്കളുടെ നിയന്ത്രണം ബാങ്കിംഗ് മേഖലയ്ക്ക് തിരിച്ചടിയാകും, കിട്ടാക്കടം വർദ്ധിക്കുമെന്ന് SBI. അദാനി ഗ്രീൻ എനർജിക്ക് റെക്കോർഡ് നേട്ടം, അറ്റാദായം 31% വർദ്ധിച്ചു. റിസർവ് ബാങ്കിന്റെ കടപ്പത്ര ലേലത്തിന് വൻ ഡിമാൻഡ്. നടന്നത് 36,000 കോടിയുടെ കടപ്പത്രങ്ങൾ ലേലം കൊണ്ടു. വാർത്തകൾ വിശദമായി. ഇന്ത്യൻ ഓഹരി വിപണി 3-ാം ദിവസവും ഇടിഞ്ഞു. കൊട്ടക് ബാങ്ക് ഓഹരികളുടെ കനത്ത വിൽപ്പനയും ഇന്ത്യ-US വ്യാപാര കരാറുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വവും വിപണിയെ തളർത്തി. ബെഞ്ച്മാർക്ക് സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും തിങ്കളാഴ്ച 1% ഇടിഞ്ഞു. BSE സെൻസെക്സ് 527.07 പോയിന്റ് അഥവാ 0.70% ഇടിഞ്ഞ് 80,891.02 ക്ലോസ് ചെയ്തു. NSE നിഫ്റ്റി 156.10 പോയിന്റ് അഥവാ 0.63% ഇടിഞ്ഞ് 24,680.90 കൊട്ടക് ബാങ്ക്, ബജാജ് ഫിനാൻസ്, ഭാരതി എയർടെൽ, ടൈറ്റൻ, ടാറ്റ കൺസൾട്ടൻസി സർവീസസ്, HCL ടെക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നിവ പിന്നിലായിരുന്നു. ഹിന്ദുസ്ഥാൻ യൂണിലിവർ, ഏഷ്യൻ പെയിന്റ്സ്, ICICI ബാങ്ക്, പവർ ഗ്രിഡ്, HDFC ബാങ്ക്, ITC എന്നിവ നേട്ടമുണ്ടാക്കി. 10 മാസത്തെ താഴ്ചയിൽ രാജ്യത്തെ വ്യാവസായിക ഉൽപ്പാദന സൂചിക. ഉൽപ്പാദന നിർമ്മാണ മേഖലകൾ ദുർബലമെന്ന് റിപ്പോർട്ട്. മെയ് മാസത്തിലെ 1.9% നിന്നും ജൂണിൽ 1.5% വ്യവസായിക ഉൽപ്പാദന സൂചിക കുറഞ്ഞത്. സാമ്പത്തിക വർഷത്തിന്റെ ആദ്യപാദത്തിലും വ്യവസായിക വളർച്ച മന്ദഗതിയിലാണ്. 5 വർഷത്തിനിടയിലെ ഏറ്റവും താഴ്ന്ന ത്രൈമാസ വളർച്ചയാണ് ഇത്തവണ രേഖപ്പെടുത്തിയത്. വെറും 2%മാണിതെന്നും സർക്കാർ ഡേറ്റകൾ വ്യക്തമാക്കി. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, ഫാർമസ്യൂട്ടിക്കൽസ്, നോൺ മെറ്റാലിക് മിനറൽ ഉൽപ്പന്നങ്ങൾ, രാസ ഉൽപ്പന്നങ്ങൾ, ലോഹങ്ങൾ എന്നിവയിലുണ്ടായ തുടർച്ചയായ കുറവാണ് ഉൽപാദന പ്രവർത്തനത്തിലെ അസാധാരണമായ ഇടിവിന് കാരണം. മൊത്തത്തിൽ ഈ 8 ഇനങ്ങളാണ് വ്യവസായിക ഉൽപാദന സൂചികയുടെ 60% ഉൾക്കൊള്ളുന്നത്. ഈ സൂചികയിൽ ഉൾപ്പെട്ട 23 ഇനങ്ങളിൽ 9ന്റെയും ഉൽപാദനം ജൂണിൽ കുറഞ്ഞു. 8 കോർ വ്യവസായങ്ങളിൽ കൽക്കരി ഉൽപാദനം റെക്കോർഡ് താഴ്ചയിലാണ്. 5 വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവാണ് മേഖല നേരിട്ടത്. വൈദ്യുതി മേഖലയും സമ്മർദ്ദത്തിലായിരുന്നു. തുടർച്ചയായ 2ാം മാസവും നെഗറ്റീവ് വളർച്ച രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ചില്ലറ പണപ്പെരുപ്പം റിസർവ് ബാങ്കിന്റെ പ്രവചനത്തെക്കാൾ താഴെയായിരിക്കുമെന്ന് ധനകാര്യ മന്ത്രാലയം, കരുത്താവുക എണ്ണവിലയിലെ ഇടിവെന്നും റിപ്പോർട്ട്. ചില്ലറ പണപ്പെരുപ്പം ഈ വർഷം 3.7% റിസർവ് ബാങ്ക് പ്രവചിച്ചിരുന്നത്. കോർ പണപ്പെരുപ്പത്തിലെ കുറവ് മുന്നോട്ടേക്ക് ചില്ലറ പണപ്പെരുപ്പം കുറയാൻ കാരണമാവും. പണപ്പെരുപ്പം 4% താഴെ തുടർന്നാൽ റിപ്പോ നിരക്ക് കുറയ്ക്കാൻ റിസർവ് ബാങ്കിന് അവസരം ലഭിക്കുമെന്നും ജൂണിലെ ധനമന്ത്രാലയ അവലോകന റിപ്പോർട്ടിൽ പറയുന്നു. ആഗോളതലത്തിൽ അസംസ്കൃത എണ്ണവില ഇടിയുമെന്നാണ് വിലയിരുത്തൽ. ഒപെക്സ് പ്ലസ് അപ്രതീക്ഷിതമായി വരുത്തിയ ഉൽപാദന വർധനവാണ് പണപ്പെരുപ്പത്തിലെ കുറവിന് സഹായിക്കുന്നത്. ഓഗസ്റ്റിൽ പ്രതിദിനം 5,48,000 ബാരൽ എണ്ണയാണ് അധികമായി വിപണിയിലെത്തുക. അതേസമയം ആഗോള വെല്ലുവിളികൾ ജാഗ്രത വേണമെന്നും റിപ്പോർട്ട് വ്യക്തമാക്കി. ഈ വർഷം ആദ്യപാദത്തിൽ US സമ്പദ് വ്യവസ്ഥയിൽ 0.5% സങ്കോചമുണ്ടാകാം. ഇത് ഇന്ത്യൻ കയറ്റുമതിയെ ദോഷകരമായി ബാധിക്കും. US താരിഫുകളെ ചുറ്റിപ്പറ്റിയുള്ള അനിശ്ചിതത്വങ്ങളും വെല്ലുവിളിയാണ്. കൂടാതെ ദുർബലമായ സ്വകാര്യ നിക്ഷേപവും മൊത്തവില പണപ്പെരുപ്പവും നാമമാത്ര GDP വളർച്ചയെ മന്ദഗതിയിലാക്കുമെന്ന് റിപ്പോർട്ട് വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. അപൂർവ ധാതുക്കൾക്ക് ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണം രാജ്യത്തെ ബാങ്കിംഗ് മേഖലയ്ക്ക് തിരിച്ചടിയാവുമെന്ന് റിപ്പോർട്ട്. കമ്പനികളുടെ വായ്പാ തിരിച്ചടവിൽ വീഴ്ചയ്ക്ക് സാധ്യത, കിട്ടാക്കടം വർദ്ധിക്കാമെന്നും SBI. അപൂർവ ഭൗമധാതുക്കളുടെ വിപണനത്തിന് ചൈന കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതോടെ ഇന്ത്യയുടെ വാഹന നിർമ്മാണ മേഖല അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്. ചൈനയുടെ നിലപാട് രാജ്യത്തെ വാഹന നിർമ്മാണ മേഖലയിൽ വൻ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ പശ്ചാത്തലത്തിലാണ് ബാങ്കിംഗ് മേഖലയ്ക്കുണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ച് SBI റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ബാങ്കുകൾ അപൂർവ ധാതുക്കൾ ഉപയോഗിക്കുന്ന വ്യവസായങ്ങൾക്ക് വായ്പയും ക്രെഡിറ്റും നൽകിയിട്ടുണ്ട്. ഈ വ്യവസായങ്ങളുടെ ഉൽപ്പാദനത്തിലോ കയറ്റുമതിയിലോ ഉണ്ടാകുന്ന തടസ്സം ബാങ്കുകൾക്ക് സാമ്പത്തിക ബാധ്യത വരുത്താം.
ധാതുക്കൾ കിട്ടാതാകുന്നതോടെ കമ്പനികളുടെ ഉൽപ്പാദനം കുറയും. ഈ കുറവ് കോർപ്പറേറ്റ് വരുമാനത്തിൽ കുറവോ നഷ്ടമോ വരുത്താം. ഇത് വായ്പാ വീഴ്ചകളിലേക്ക് നയിക്കും. കിട്ടാക്കടം വർദ്ധിക്കുമെന്നുമാണ് SBI റിപ്പോർട്ട് പറയുന്നത്. ഓട്ടോ പാർട്സ്, കേബിൾ നിർമ്മാതാക്കൾ മേഖലകളിലായിരിക്കും ആഘാതം രൂക്ഷമായിരിക്കുമെന്നും റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. അപൂർവ ഭൗമധാതുക്കളുടെ കയറ്റുമതിക്ക് ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണം വൈദ്യുതി വാഹനങ്ങളുടെ ഉൽപ്പാദന കാലയളവിൽ 2 മാസം വരെ കുറവുണ്ടാക്കിയേക്കുമെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആവശ്യമായ അപൂർവ ധാതുക്കളിൽ 80% ഇന്ത്യ ചൈനയിൽ നിന്നാണ് ഇറക്കുമതി നടത്തിയത്. കഴിഞ്ഞ വർഷം 540 ടൺ ധാതുക്കളാണ് ചൈനയിൽ നിന്ന് ഇന്ത്യയിലെത്തിയത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മികച്ച പാദഫലവുമായി അദാനി ഗ്രീൻ എനർജി റെക്കോർഡ് ഊർജ്ജ വിൽപ്പന കരുത്തായി. അറ്റാദായം 31% വർദ്ധിച്ച് 824 കോടിയായി. മികച്ച പ്രവർത്തന മാർജിൻ, മികച്ച ലാഭം, ശക്തമായ ക്യാഷ് ഫ്ലോ എന്നിവയാണ് ഈ പാദത്തിൽ അദാനി ഗ്രീൻ എനർജിക്ക് തുണയായത്. വരുമാനം 36% വർദ്ധിച്ച് 3800 കോടിയായി. മുൻവർഷത്തെ 2794 കോടിയിൽ നിന്നാണ് ഈ മുന്നേറ്റം. എബിഡയിൽ 28% മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. എബിഡ മുൻവർഷത്തെ 2379 കോടിയിൽ നിന്ന് 3042 കോടിയായി ഉയർന്നു. നിലവിൽ പ്ലാന്റിന്റെ ശേഷി 5 മെഗാവാട്ടാണെങ്കിലും ഭാവിയിൽ അദാനി വൻ നിക്ഷേപം നടത്തുമെന്നാണ് വിലയിരുത്തൽ. 2030ഓടെ ഗ്രീൻ ഹൈഡ്രജന്റെ പ്രധാന ആഗോള കയറ്റുമതിക്കാരായി മാറുക എന്ന ഇന്ത്യയുടെ സ്വപ്നത്തിന് കരുത്തു പകരാനും കമ്പനിക്ക് സാധിക്കും. അതുകൊണ്ട് തന്നെ 2023 സർക്കാർ ആരംഭിച്ച നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷന്റെ പിന്തുണയും അദാനിക്ക് കൂട്ടാകും. ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുക, ഊർജ്ജ സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുക, ഊർജ്ജ തീവ്ര വ്യവസായങ്ങളുടെ ഡീകാർബണൈസേഷൻ ത്വരിതപ്പെടുത്തുക എന്നിവ ലക്ഷ്യമിടുന്ന ഇന്ത്യൻ സർക്കാരിന്റെ നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷനുമായി ഒത്തുപോകുന്നതാണ് അദാനിയുടെ നിക്ഷേപ പദ്ധതി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വൻ ഡിമാൻഡ് നേടി റിസർവ് ബാങ്കിന്റെ കടപ്പത്ര ലേലം. 36,000 കോടിയുടെ ലേലം പൂർണ്ണമായും സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടു. 2028 കാലാവധി പൂർത്തിയാകുന്ന 6,000 കോടി രൂപയുടെ കടപ്പത്രമാണ് ആദ്യം സബ്സ്ക്രൈബ് ചെയ്യപ്പെട്ടത്. 5.91% ആദായത്തിലാണ് ഈ സർക്കാർ കടപ്പത്രം വിറ്റഴിക്കപ്പെട്ടത്. ലേലത്തിൽ പങ്കെടുത്തത് 98 പങ്കാളികളാണ്. മൊത്തം ലഭിച്ചതാവട്ടെ 24,453 കോടി രൂപയുടെ മത്സര ബിഡുകളും. 2035 കാലാവധി പൂർത്തിയാകുന്നതാണ് 30,000 കോടി രൂപയുടെ കടപ്പത്രം. ഇതിന് 6.33% യീൽഡാണ് വിപണി ആവശ്യപ്പെട്ടത്. 402 ബിഡർമാരിൽ നിന്ന് ആകെ 74,694 കോടി രൂപയുടെ ബിഡുകൾ ഈ വിഭാഗത്തിലും ലഭിച്ചു. ഇത്തരത്തിൽ ലേല പങ്കാളികളുടെ എണ്ണത്തിലെ വർധന നിക്ഷേപകർക്ക് സർക്കാർ ബോണ്ടുകളിൽ ശക്തമായ വിശ്വാസമുണ്ടെന്നതാണ് വ്യക്തമാക്കുന്നത്. നിക്ഷേപകർ അല്പം കുറഞ്ഞ റിട്ടേണുകൾ സ്വീകരിച്ചാണ് ബോണ്ട് വാങ്ങിയത്. ഇത് വിപണിയിലെ ആത്മവിശ്വാസത്തിന്റെയും സ്ഥിരതയുടെയും സൂചനയാണ്. സർക്കാർ പദ്ധതികൾക്കായാണ് ബോണ്ട് വിൽപ്പനയിലൂടെ റിസർവ് ബാങ്ക് ഫണ്ട് സമാഹരണം നടത്തുന്നത്. നിക്ഷേപകരിൽ നിന്ന് ശക്തമായ പ്രതികരണം ഉണ്ടായത് വായ്പാ ചെലവ് കുറയ്ക്കാൻ സർക്കാരിനെ സഹായിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 73,280 രൂപയാണ് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില. 1 ഗ്രാം സ്വർണത്തിന് 9,160 രൂപയാണ്. വെള്ളിവില ഗ്രാമിന് 126 രൂപയും കിലോഗ്രാമിന് 1,26,000 രൂപയുമായി. ഇനി കേരള വാർത്തകൾ നോക്കാം. ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാൻ കേരള ടൂറിസം നടത്തിയ പരിശ്രമത്തിന് ആഗോള അംഗീകാരം. മീം അധിഷ്ഠിത ക്യാമ്പയിനാണ് മോസ്റ്റ് എൻഗേജിംഗ് സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ വിഭാഗത്തിൽ പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ ഗോൾഡ് അവാർഡ് ലഭിച്ചത്. ഏഷ്യ പസഫിക് മേഖലയിലെ മികച്ച ടൂറിസം നേട്ടങ്ങളെ ആദരിക്കാനാണ് ഈ പുരസ്കാരം നൽകുന്നത്. ഇന്നത്തെ വേഗതയാർന്ന ഡിജിറ്റൽ സാഹചര്യത്തിൽ വ്യത്യസ്ത സങ്കേതങ്ങളെ കോർത്തിണക്കി ലോകത്തെ ആകർഷിക്കാൻ കേരള ടൂറിസം നടത്തിയ ഡിജിറ്റൽ പരിശ്രമത്തിനാണ് ഈ അംഗീകാരമെന്ന് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, എക്സ്, ലിങ്ക്ഡിൻ തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ 1.2 ദശലക്ഷത്തിലധികം ആളുകളിലേക്ക് എത്തിച്ചേരുവാനും 89,700-ലധികം ഇടപെടലുകൾ നേടാനുമായി. ഉപയോക്താക്കൾ തയ്യാറാക്കിയ ഉള്ളടക്കങ്ങൾ, ഇൻഫ്ലുവൻസർമാരുടെ സഹകരണം, മലയാള തനിമയുള്ള നർമ്മം തുടങ്ങിയവയൊക്കെ വൈറൽ വിജയത്തിലേക്ക് നയിച്ച ഘടകങ്ങളാണ്. പരമ്പരാഗത പരസ്യങ്ങളിൽ നിന്ന് വിഭിന്നമായി കേരളത്തിന്റെ പ്രകൃതി സൗന്ദര്യവും സംസ്കാരവും പ്രദർശിപ്പിക്കുകയും ഏഷ്യ പസഫിക് മേഖലയിൽ ടൂറിസം മാർക്കറ്റിംഗിന് ഇതിലൂടെ പുതിയ മാതൃക അവതരിപ്പിക്കാനും സാധിച്ചു. ഓഗസ്റ്റ് 27-ന് തായ്ലാന്റിലെ ബാങ്കോക്കിലുള്ള ക്യൂൻസുരിക്കിറ്റ് നാഷണൽ കൺവെൻഷൻ സെന്ററിൽ പാറ്റ ട്രാവൽ മാർട്ടിനൊപ്പം നടക്കുന്ന പാറ്റ ഗോൾഡ് അവാർഡ്സ് 2025 ഗാല ഡിന്നറിൽ അവാർഡ് വിതരണം ചെയ്യും. 1951 സ്ഥാപിതമായ പാറ്റ ഏഷ്യ പസഫിക് മേഖലയിൽ ട്രാവലും ടൂറിസവും ഉത്തരവാദിത്തത്തോടെ വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ലാഭേച്ഛയില്ലാത്ത സംഘടനയാണ്. മൈഫിൻ TV, തിരുവനന്തപുരം.
25 കോടി രൂപ ഒന്നാം സമ്മാനം നൽകുന്ന തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി വിപണിയിലെത്തി. ധനകാര്യമന്ത്രി KN ബാലഗോപാലാണ് തിരുവനന്തപുരത്ത് ടിക്കറ്റ് പ്രകാശനം ചെയ്തത്. ആയിരക്കണക്കിന് ഭാഗ്യശാലികളെ സൃഷ്ടിക്കുന്ന സംസ്ഥാന ഭാഗ്യക്കുറി 1 ലക്ഷത്തോളം പാവങ്ങളുടെ ജീവിതമാർഗവും അത്താണിയുമാണെന്ന തിരുവോണം ബമ്പർ പ്രകാശന ചടങ്ങിൽ മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 25 കോടി സമ്മാനത്തുക നൽകുന്ന വിദേശ ലോട്ടറി വാങ്ങാൻ ഏകദേശം 15,000 രൂപ വേണമെന്നിരിക്കെ അതേ സമ്മാനത്തുകയുള്ള കേരള ഭാഗ്യക്കുറി വാങ്ങാൻ കേവലം 500 രൂപ മാത്രം മതി. നടത്തിപ്പിലെ സുതാര്യതയും വിശ്വാസ്യതയുമാണ് കേരള ഭാഗ്യക്കുറിയെ ഇത്രയേറെ ജനകീയമാക്കിയതെന്നും മന്ത്രി പറഞ്ഞു. 2ാം സമ്മാനമായി 1 കോടി രൂപ വീതം 20 പേർക്കും, 3ാം സമ്മാനമായി 50 ലക്ഷം വീതം 20 പേർക്കും, 4ാം സമ്മാനമായി 5 ലക്ഷം വീതം 10 പരമ്പരകൾക്കും, 5ാം സമ്മാനമായി 2 ലക്ഷം വീതം 10 പരമ്പരകൾക്കും നൽകുന്നു എന്നതാണ് തിരുവോണം ബമ്പർ ഭാഗ്യക്കുറിയുടെ വലിയ പ്രത്യേകത. കൂടാതെ 5,000 മുതൽ 500 രൂപ വരെ സമ്മാനമായി നൽകുന്നുമുണ്ട്. ആന്റണി രാജു MLA അധ്യക്ഷനായ ചടങ്ങിൽ VK പ്രശാന്ത് MLA, ഭാഗ്യക്കുറി വകുപ്പ് ഡയറക്ടർ എബ്രഹാം റൻ, ലോട്ടറി വെൽഫെയർ ബോർഡ് ചെയർമാൻ TB സുബൈർ തുടങ്ങിയവർ പങ്കെടുത്തു. മൈഫിൻ TV, തിരുവനന്തപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ വ്യാവസായിക ഉൽപാദന സൂചികയിൽ ഇടിവ്, 10 മാസത്തെ താഴ്ചയെന്ന് സൂചിക. ചില്ലറ പണപ്പെരുപ്പം കുറയുമെന്ന് ധനകാര്യ മന്ത്രാലയം, കരുത്താവുക എണ്ണവിലയിലെ ഇടിവ്. ചൈനീസ് അപൂർവ ധാതുക്കളുടെ നിയന്ത്രണം ബാങ്കിംഗ് മേഖലയ്ക്ക് തിരിച്ചടിയാകും. കിട്ടാക്കടം വർദ്ധിക്കുമെന്ന് SBI. അദാനി ഗ്രീൻ എനർജിക്ക് റെക്കോർഡ് നേട്ടം, അറ്റാദായം 31% വർദ്ധിച്ചു. റിസർവ് ബാങ്കിന്റെ കടപ്പത്ര ലേലത്തിന് വൻ ഡിമാൻഡ്. നടന്നത് 36,000 കോടിയുടെ കടപ്പത്രങ്ങൾ ലേലം കൊണ്ടു. ഈവനിംഗ് ബിസിനസ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.